ദൈവത്തിൻ്റെ പ്രസാദ വർഷം, അതിനുശേഷം പ്രതികാര ദിവസം. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. യോഹന്നാൻ എന്താണ് കണ്ടത്? അതിൻ്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. 13-ാമത്തെ വാക്യത്തിൽ ഒരുവനെ കാണുന്നുണ്ട്. യോഹന്നാൻ കാണുകയാണ് മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ. യോഹന്നാൻ പണ്ട് കണ്ട യേശു സൗമ്യനായ യഹൂദനായ ഒരു പാവപ്പെട്ട യേശുവിനെയാണ് അറിയാവുന്നത്. എന്നാൽ ഇപ്പോൾ യോഹന്നാൻ ദർശനത്തിൽ കണ്ട യേശു എന്ന് പറയുന്നത് അവൻ മനുഷ്യപുത്രനോട് സദൃശ്യനാണ്. അവൻ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നു. നിലവിളക്കുകളെ എന്ന് പറയുന്നത് 7 സഭകളെയാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങളുണ്ട്. അത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു. സഭയുടെ നടുവിൽ സഭാകാന്തനായി, സഭാനാഥനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് യോഹന്നാനെ കാണുന്നത്. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ. അവന്റെ അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ നിലയങ്കി ധരിച്ചവൻ. നിലയങ്കി എന്ന് പറയുന്നത് അവന്റെ രാജത്വത്തെ കാണിക്കുകയാണ്. അവൻ മാറത്തെ പൊൻകച്ച കെട്ടിയവൻ. അതവന്റെ പൗരോഹിത്യത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെളുത്തതാകുന്നു. അതിനെക്കുറിച്ച് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വന്യവയോധികനായവനിരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അതേ പഠിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, വന്യവയോധികൻ. അവിടെയും ദ സെയിം അപ്പിയറൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുവൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാല പോലെയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. സ്വർഗത്തിൽ കാണുന്ന ദർശനമാകട്ടോ. നമ്മൾ പിതാവേ, സ്വർഗസ്ഥയുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവാം ദൈവം ഇരിക്കുന്ന ആ മഹത്വത്തെ കുറിച്ച് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് നിങ്ങൾക്കും അത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര ശക്തനായ ദൈവത്തെയാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് അവൻ്റെ വിശുദ്ധിയെയും അവൻ പൗരാണികനായ ദൈവമാണെന്നുള്ളതിനെ കുറിച്ചും അതേ കാണിക്കുകയാണ്. 4-മതായിട്ട് അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് അവന്റെ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അത് കർത്താവിന്റെ നീതിയെക്കുറിച്ച്, പാപക്ഷമയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. 6-മതായിട്ട് പറഞ്ഞിരിക്കുന്നത് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ളതായ ശബ്ദമാണ്. ആ ഒരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. 7-മതായിട്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. വളരെ സൂക്ഷിക്കണം, 2 വശത്തോട്ടും വെട്ടാൻ പറ്റും. അതാണ് ഇരുവായ്ത്തലയുള്ളതായ വാൾ. 8-മതായിട്ട് അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇത്രയും വിവരണങ്ങളാണ് കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത്. സുവിശേഷങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വിവരണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ 1 മണിക്കൂർ പിന്നെ വേണ്ടിയതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വീണ്ടും താഴോട്ട് വായിക്കുന്ന സമയത്ത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കൈവശമാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. തുറന്ന് തള്ളും കേട്ടോ.
കർത്താവിൻ്റെ കൈവശം അത് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടത് ഇതാണ് യോഹന്നാൻ കണ്ടത്. താൻ കണ്ട ദർശനം, നീ കണ്ടത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ഇപ്പോഴുള്ളത് ഏതാ? 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്നിങ്ങനെ എത്ര സഭകളാ? 7 സഭകൾ. 7 മൊഴികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 7 നിലവിളക്കുകളെ കുറിച്ച് പറഞ്ഞു. 7 നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇതാ 7 സഭകളെ കുറിച്ച് പറയുന്നു. 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് 7 ദിവസമുണ്ട്, 7 സ്വരങ്ങളുണ്ട്, 7 നിറങ്ങളുണ്ട്. ഒരാഴ്ചയ്ക്ക് 7 ദിവസമുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ 7ൻ്റെ ഒരു പട്ടിക തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ 7 എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ദൈവത്തിൻ്റെ പരിപൂർണതയെയാണ് കാണിക്കുന്നത്. ഇവിടെ 7 സഭകൾ എന്ന് പറയുമ്പോൾ അതാണ് ഇപ്പോഴുള്ളത്. 7 സഭകളുടെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. ഈ 7 സഭകളെ നമ്മൾ പറയുന്നത് ദൈവപണ്ഡിതന്മാർ അതിനെ വിവരിച്ചിട്ടുണ്ട്, അവർ വിഭാഗിച്ചിട്ടുണ്ട്. ഇതിനെ സഭായുഗം എന്ന് പറയും, കൃപായുഗം എന്ന് പറയും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സഭായുഗത്തിലാണ്, കൃപായുഗത്തിലാണ്, സഭയുടെ കാലഘട്ടത്തിലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 30 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ചരിത്ര പുസ്തകമാണ്. എന്നാൽ പിന്നീടുള്ളതായ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് 21 ലേഖനങ്ങൾ കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങൾ കൂടി 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് പെന്തക്കോസ്റ്റ് പറൗഷ്യ എന്നാ പറയുന്നത്. പറൗഷ്യ എന്ന് പറയുന്നത് they will be with the Lord forever. പറൗസി പെന്തക്കോസ്റ്റിൽ തുടങ്ങി കർത്താവിനോട് സഭ എടുക്കപ്പെടുന്ന ആ കാലഘട്ടം എത്ര വർഷമുണ്ടോ ആ കാലഘട്ടത്തെ 7ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 7 സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ 7 സഭകൾക്കും 7 വ്യത്യസ്ത സ്വഭാവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഏഷ്യ മൈനറിൽ ഇന്നത്തെ തുർക്കിയിലുണ്ടായിരുന്ന തുർക്കി അവിടെ ഉണ്ടായിരുന്ന 7 സഭകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ 7 സഭകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ പോലെയാണ് അത് കാണുന്നത്. ആ സ്ഥലങ്ങളിൽ ഞാൻ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്യുക ഉടനെ നിങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. അതിൻ്റെ അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ വേദപണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് 7ആയിട്ട് സഭാ കാലഘട്ടത്തെ തരം തിരിച്ചിട്ടുണ്ട്. എഫേസോസിലെ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 70 മുതൽ 170 വരെയുള്ള ഏതാണ്ട് 100 വർഷത്തെ കാലഘട്ടമാണ് ഈ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞതായ സഭ, അങ്ങനൊരു കുറ്റമാണ് ആ സഭയെക്കുറിച്ച് പറയുന്നത്. ബാക്കിയൊക്കെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് സ്മുർന സഭ. അത് AD 170 മുതൽ 313 വരെയുള്ളത് ഏതാണ്ട് 150 വർഷത്തോളം ഈ സഭയെക്കുറിച്ച് പറയുന്നത് പീഡിത സഭ എന്നാണ്, സ്മുർന സഭ. മൂന്നാമതായത് പെർഗമോ സഭയാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് രാഷ്ട്രമത സഭ. ഏതാണ്ട് 313 മുതൽ 606 വരെയുള്ള ഏതാണ്ട് 300 വർഷം. പീഡിത സഭ കഴിഞ്ഞ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ റോമൻ സഭയുടെ മതമായിട്ട് ക്രിസ്തീയ മതത്തെ അംഗീകരിച്ചു. സകല ആളുകളും ക്രിസ്ത്യാനികളായി തീരണമെന്ന് ഒരു കൽപ്പനയുണ്ടായി. കർത്താവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചിട്ടൊന്നുമല്ല, അവരെല്ലാവരും അങ്ങ് ക്രിസ്ത്യാനികളാണ്. ഇതുവരെ ശവപ്പറമ്പുകളിലും ഭൂമിയുടെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി
അവിടെയൊക്കെ ആരാധിച്ചിരുന്ന സഭയ്ക്ക് ഒരു പുതിയ നവോന്മേഷം ലഭിക്കുകയാണ്. അവർക്ക് ഇഷ്ടം പോലെ പള്ളി പണിയാനായിട്ടുള്ള അവകാശം കിട്ടി. പള്ളികളുടെ വലിപ്പം അവർ കൂട്ടാനായിട്ട് തുടങ്ങി. രാഷ്ട്രത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി. രാജ്യത്തിൽ ഭരണം ഇതിനുള്ള അവകാശങ്ങൾ ക്രിസ്ത്യാനികൾ കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം രാജാവ് ക്രിസ്ത്യാനിയാണ്. ആളുകളൊക്കെ ക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് വന്നു. രാഷ്ട്ര മതസഭ ലോകത്തോട് അനുരൂപപ്പെട്ടതായ ഒരു സഭാ കാലഘട്ടം. തുടർന്ന് തുയത്തൈര സഭയെക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് 606 മുതൽ 1520 വരെയുള്ളതായ 900 വർഷക്കാലം തുയത്തൈര സഭയുടെ കാലഘട്ടമാണ്. അതിനെ അന്ധകാര സഭ എന്നാ പറയുന്നത്. അന്ധകാര യുഗം. ആളുകൾക്ക് വേദപുസ്തകം വായിക്കാൻ അവകാശമില്ല, പ്രാർത്ഥിക്കാൻ അവകാശമില്ല. അന്നത്തെ മത നേതാക്കന്മാരെന്തു പറയുന്നോ അത് തന്നെ കേട്ടോണം. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. അതിനെ അന്ധകാര യുഗം. നിങ്ങൾ സയൻസിലൊക്കെ അല്ല സോഷ്യൽ സ്റ്റഡീസിലൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ടല്ലോ. അന്ധകാര യുഗം, നവോത്ഥാനം, റിഫർമേഷൻ, ഇതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. അഞ്ചാമതായിട്ട് സഭ, അതിനെക്കുറിച്ച് പറയുന്നത് 1520 മുതൽ 1750 വരെയുള്ള ആ കാലഘട്ടത്തെ ഏതാണ്ട് 280 വർഷം ക്രിസ്തുമത നവീകരണത്തിൻ്റെ സമയമാണ്. ആ സമയത്താണ് നമ്മുടെ മിഷണറിമാർ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വന്നത്. നമുക്കൊക്കെ ഈ വെളിച്ചം തന്നത്, നമുക്ക് കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായ ആ ഒരു കാലഘട്ടമാണ്. ലോകം മുഴുവൻ സുവിശേഷവുമായിട്ട് ആളുകൾ പോയതായ ഒരു കാലഘട്ടമാണ് സർദീസ് സഭയുടെ കാലഘട്ടം. ഏതാണ്ട് 280 വർഷം. ഇതാണ് നവീകരണ സഭ. പിന്നീടുള്ളത് 1750 മുതൽ 1900 വരെയുള്ള ഏതാണ്ട് 180 വർഷം. അത് ഉണർവിൻ്റെതായ ഒരു കാലഘട്ടമായിരുന്നു. ഏതാണ്ട് 1900 വരെ ലോകം മുഴുവൻ വലിയ ഉണർവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അവസാനമായിട്ട് 1900 ആണ്ട് മുതൽ കർത്താവിൻ്റെ രണ്ടാം വരവിലുള്ളതായ ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ താമസിക്കുന്നത് 2023 ആണ്ടിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ലവോദിക്യ സഭയുടെ കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ശീതോഷ്ണ സഭ, എയർ കണ്ടീഷൻ സഭ എന്ന് വേണമെങ്കിൽ പറയാം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ഒന്നുകിൽ ശീതവാനോ അല്ലെങ്കിൽ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഒന്നുകിൽ നീ ദൈവത്തിനെതിരായിട്ട് നിൽക്ക്, അല്ലെങ്കിൽ നീ ദൈവത്തിന് അനുകൂലമായിട്ട് നിൽക്ക്. ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഒറ്റ പോക്കാണ്. ഒരു കയ്യിൽ ദൈവം, മറ്റേ കയ്യിൽ ലോകം. ആരാണ്ടൊക്കെ പറഞ്ഞു, ഇവിടുത്തെ കാര്യമാണ്, വേറെ ചില സഭക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, രാവിലെ ആരാധന വെക്കുന്നത് വളരെ സന്തോഷമാണ്. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ വെച്ച് കഴിഞ്ഞാൽ 6 മണി 7 മണി കഴിഞ്ഞാൽ പിന്നെ പൊളിക്കാമല്ലോ നമുക്ക്. കാരണം കർത്താവിനെ സന്തോഷിപ്പിച്ചു, നമുക്കും സന്തോഷം കിട്ടി. പിന്നെ ആത്മീയം അങ്ങോട്ട് വിട്ട് ലൗകികമായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ആളുകൾ കാട്ടിക്കൂട്ടത്ത് വെക്കുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ച് കാട്ടിക്കൂട്ടുന്നവർക്കേ അറിയത്തുള്ളൂ. ഞാൻ ആ ഭാഗത്തോട്ട് കടക്കുന്നില്ല. ഇതിനെയാണ് ലവോദിക്യ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ന് 7ാമത്തെ സഭയായ ലവോദിക്യ സഭയുടെ കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സഭായുഗം അവസാനിക്കാറായി. കൃപയാൽ രക്ഷ പ്രാപിക്കുന്നത് അവസാനിക്കാറായി. ദൈവത്തിന് സ്തോത്രം. അവസാനമായിട്ട് ഈ സഭായുഗം അവസാനിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ആദ്യം വായിച്ചല്ലോ, നീ കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിവരണം. ഇപ്പോഴുള്ളത് സഭായുഗം, മേലാൽ സംഭവിപ്പാനുള്ളത്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ സഭ ഇന്ന് ഭൂമിയിലില്ല. രക്ഷിക്കപ്പെട്ട ആളുകൾ ഇന്ന് ഈ ഭൂമിയിലില്ല. സഭ സ്വർഗത്തിലായിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്, നീ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. സഭ സ്വർഗത്തിലെന്ന് പറയുമ്പോൾ സഭ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സഭയാണ് സഭ എന്ന് പറയുന്നത്. സഭയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. CSI സഭയുണ്ട്, മർത്തോമാ സഭയുണ്ട്, യാക്കോബ സഭയുണ്ട്, കത്തോലിക്ക സഭയുണ്ട്, പെന്തക്കോസ്ത് സഭയുണ്ട്. ഇങ്ങനെ സഭ 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 ഇഷ്ടംപോലെ സഭയുണ്ട്. ഞാനൊരു സഭയെ കുറ്റം പറയാൻ വന്നിട്ടില്ല. ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഏതെങ്കിലും ലോകപ്രകാരമുള്ള ഒരു സഭയുടെ അംഗമായിരിക്കും നമ്മൾ. എന്നാൽ കർത്താവിൻ്റെ സഭയുണ്ട്. രക്ഷിക്കപ്പെട്ട ആളുകളുടെ സമൂഹമാണ് ഈ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ആ സഭയിൽ അതിനെയാണ് കാതോലിക്ക സഭ എന്ന് പറയുന്നത്. നമ്മൾ കാതോലിക്കവും അപ്പോസ്തലികവുമായ ബാക്കി എങ്ങനെ വെച്ചാൽ വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. CSI സഭയെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിലും അതൊക്കെ പറയാറുണ്ട്. മിക്ക എപ്പിസ്കോപ്പൽ ചർച്ചസിലും അത് പറയാറുണ്ട്. അവിടെ പറയുന്നത് കാതോലികവും, കത്തോലിക്ക സഭയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. കാതോലികം എന്ന് പറയുമ്പോൾ ദ യൂണിവേഴ്സൽ ചർച്ച്, എല്ലാ സഭയിലെയും അംഗങ്ങൾ ആ സഭയുടെ അംഗങ്ങളാണ്. അതിനകത്ത് CSIക്കാരനുണ്ട്, മർത്തോമാക്കാരനുണ്ട്, പെന്തക്കോസ്തുകാരനുണ്ട്, കത്തോലിക്കനുണ്ട്, യാക്കോബക്കാരനുണ്ട്, എല്ലാ കാരന്മാരോടുണ്ട്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സഭയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. സഭ സ്വർഗത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ CSIക്കാരെല്ലാം അങ്ങോട്ട് പോയെന്നൊന്നും അതിനർത്ഥമില്ല. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അങ്ങോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അതെപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഈ സഭ യുഗം അവസാനിക്കുമ്പോൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ പറയട്ടെ. സഭയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ നമ്മളോടൊക്കെ ചോദിക്കും ഏത് സഭയുടെ അംഗമാണ്. അപ്പം TD ജോൺസൺ പറയും ഞാൻ CSIക്കാരനാണ്. വേറെ ആളോട് ചോദിക്കും പറയും ഞാൻ കത്തോലിക്കനാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മർത്തോമാക്കാരനാണ്. വേറെ ആൾ ചോദിച്ചാൽ പറയും ഞാൻ പെന്തക്കോസ്തുകാരനാണ്. വേറെ ആൾ ചോദിച്ചാൽ പറയും ഞാൻ ബ്രദർക്കാരനാണ്. അങ്ങനെ കാരന്മാർ ഇഷ്ടം പോലെയുണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ഉണ്ട്. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലിയെക്കുറിച്ച് ഞാനൊരു സംഭവം ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലൊരു സ്വപ്നം കണ്ടു. അദ്ദേഹം നേരെ സ്വർഗത്തിലോട്ട് ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ ദൈവമക്കൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെയുള്ളവരോട് ചോദിച്ചു, അയ്യോ സഹോദരങ്ങളെ, ഇവിടെ എത്ര മെത്തഡിസ്റ്റുകാരുണ്ട്? ഉടനെ അവിടുത്തെ ദൂതന്മാർ ചോദിച്ചു, അതാരാ മെത്തഡിസ്റ്റുകാർ? പുള്ളിക്ക് ഭയങ്കര സങ്കടമായി പോയി. താൻ മെത്തഡിസ്റ്റ് സഭ സ്ഥാപിച്ച് ഒത്തിരി ആയിരക്കണക്കിന് വിശ്വാസികളെ വാർത്തുണ്ടാക്കിയതിനു ശേഷം ഇവർ ഒറ്റ മെത്തഡിസ്റ്റുകാരനും സ്വർഗത്തിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം ചോദിച്ചു, മെത്തഡിസ്റ്റുകാരല്ലെങ്കിൽ ലൂതറൻകാർ വല്ലവരും ഉണ്ടോ? അവർ ചോദിച്ചു, അതാരാ? അവസാനം ചോദിച്ചു, മർത്തോമാക്കാർ വല്ലതും ഉണ്ടോ? ഇതെൻ്റെ ഒരു ഭാവനയെ ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ അറിയാവുന്ന സഭയുടെ പേരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഇല്ല. അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരാ ഇവിടെ ഉള്ളത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം കേട്ടോ. രക്ഷയുടെ അനുഭവമുള്ളവർ മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. ആ കഥ ഇങ്ങനെയാ പറയുന്നത്. അദ്ദേഹം തന്റെ സ്വപ്നത്തിൽ പാതാളത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരോട് ചോദിച്ചു, അയ്യോ സഹോദരങ്ങളെ, ഇവിടെ മെത്തഡിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇഷ്ടം പോലെ ആളുകളിലേക്ക് നടക്കുന്നുണ്ടല്ലോ പാതാളത്തിൽ കൂടെ, മെത്തഡിസ്റ്റുകാർ. ലൂതറൻകാർ വല്ലവരും ഉണ്ടോ? അവരെ തട്ടിട്ട് നടക്കാൻ മേല. CSIക്കാർ വല്ലതും ഉണ്ടോ? എന്നെ തല്ലിക്കൊല്ലല്ലേ. ആ കൂടി നിൽക്കുന്ന മൊത്തം CSIക്കാരാണ്. എവിടാ? പാതാളത്തിൽ. കുറ്റം പറയുകയല്ലേ.
നിങ്ങൾ ലോകപ്രകാരം ഏത് സഭയുടെ അംഗം വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. നമ്മുടെ സഭയ്ക്ക് അംഗത്വം തരുന്നത് അച്ഛനാണ്, എന്നാൽ കർത്താവിൻ്റെ സഭയ്ക്ക് അംഗത്വം തരുന്നത് കർത്താവാണ്. ആ ആളുകൾക്ക് മാത്രമേ, രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ സഭായുഗം അവസാനിക്കും. ആ സഭായുഗം അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും.